ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ബാമയുടെ അടുത്ത് ശാന്തിച്ചി വന്നിട്ട് ശാരദാമ്മ അവിടുന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് പറയണേ. ഒരു ദിവസം ശാരദാമ്മ പറയും, ശാന്തിക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാന്തിച്ചൊറി ഇല്ല, ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാ ചോദിച്ചത്. ശാന്തിച്ചു വയ്ക്കും, എന്താ ശാരദാമ്മ ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം? ഞാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ശാരദാമ്മ പറയും, നിനക്ക് തോന്നില്ല, പക്ഷെ ഇന്നലെ ഊണ് പോയ സ്ഥലത്തുനിന്ന് പരാതി വന്നിരുന്നു. പുളിശ്ശേരിക്ക് ഉപ്പ് കൂടി, ചെറുകറികൾക്ക് എരി കൂടി. ഇന്നുവരെ ശാരദ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഒരാളും കുറ്റും കുറവും പറഞ്ഞിട്ടില്ല. നീയായിട്ട് അതും കേൾപ്പിച്ചു. ശാന്തിച്ച് എങ്ങനെ ഇട്ടും ആരാ പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. ശാരദാമ്മയ്ക്കും എന്നിട്ട് എന്തിനാ അവരോട് പോയി വഴക്കിടാനാണോ എന്ന് പറഞ്ഞു പോകുമ്പോ ശാന്തിച്ച് വയ്ക്കും, പിന്നെ എനിക്കറിയണ്ടേ എന്നെ കുറിച്ച് ഒരാൾ പരാതി പറയുമ്പോ അത് സത്യമാണോ അല്ലേന്ന് എനിക്കറിയണ്ടേ? അപ്പൊ ശാരദാമ്മയും പരാതി പുറത്തുള്ളവർക്ക് മാത്രമല്ല എനിക്കും ഉണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നീ ഇട്ട് തന്നോ? തന്നായിരുന്നല്ലോ. ശാരദാമ്മ പറയും, അതാണോ ചായ? എന്റെ ഹോട്ടലിലെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ചായക്ക് അതിനേക്കാളും ടേസ്റ്റ് ആണല്ലോ. ആ രീതിയിലാണ് ശാന്തിന് ഇവിടെ ചായ എടുക്കാൻ പോകുന്നെങ്കിൽ ആ ടേസ്റ്റിന് ഇവിടെ ചായ എടുക്കണ്ട. ചായ എടുത്തില്ലെങ്കിലും വേണ്ട, ഇത്രയും മോശപ്പെട്ട രീതിയിൽ ചായ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ ചീത്ത പറയുന്നത് കേട്ടിട്ട് ശാലിനിയും ശ്യാമയും വരും. അപ്പൊ ശാന്തേച്ചി പറയും, ശാരദാമ്മേ ഒരു സ്ഥലത്തും അധികപ്പറ്റായിട്ട് ജോലി നോക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് നന്നായിട്ട് ചായപ്പണി അറിയാം എന്ന് എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം പട്ടിണി കിടക്കില്ലെന്നുള്ള ബോധവും എനിക്കുണ്ട്. എനിക്ക് ആരെയും പേടിക്കണ്ട. അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഇവിടെ നിർത്തണ്ട. ഞാനായിട്ട് ശാരദാമ്മയ്ക്ക് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ശാലിനിക്കും ശാന്തേച്ചി എന്തായി പറയുന്നേ? ശാന്തേച്ചി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുക? ശാരദാമ്മ പറയും, പോണവരൊക്കെ പോട്ടെ ശാലിനി, നിന്റെ അമ്മ ഒറ്റയ്ക്ക് നീന്തി കയറി വന്ന ചാലാണിത്. അത് വീണ്ടും മേലേക്ക് എടുത്തിടാൻ എനിക്ക് ഒരു മടിയുമില്ല. കേൾക്കുന്ന ശ്യാമയ്ക്കും അന്നത്തെ പോലെയാണ് അമ്മ എന്ന്. ഇപ്പൊ കച്ചവടം കൂടിയില്ലേ, പുറത്തുനിന്ന് നല്ല ഓർഡർ ഉള്ളേ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. ശാന്തേച്ചി കൂടെ ഉണ്ടായിട്ട് പോലും പല സ്ഥലത്തും കറക്റ്റ് ആയിട്ട് ഓർഡർ എത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? ശാരദാമ്മ പറയും, എന്ന് വെച്ച് ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച എന്റെ സ്ഥലപ്പേരുണ്ട്, അത് എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറയുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർ മതി എനിക്ക്. ഒരു ശാന്ത അല്ലെങ്കിൽ മറ്റൊരു ശാന്ത. ഒരാളെ കൂടുതൽ കാലം പൊക്കിക്കൊണ്ട് നടന്നാലേ അവർക്ക് അഹങ്കാരം കയറും. താനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള തോന്നലേ, ആ തോന്നലൊക്കെ തോന്നുന്നവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇത് ശാരദയാ, ഇത്തിരി പോന്ന വിരത്തൊന്നും ഇത് ഇതും പറഞ്ഞ് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോ ശാലിനിക്കും എന്തൊക്കെ അമ്മയെ പറഞ്ഞു കൂട്ടുന്നത്? ശാന്തേച്ചി പറയും, പറയട്ടെ മോളെ. ശാരദാമ്മേ ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. പിന്നെ ഞാനൊരു 5000 രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇനി എവിടെ ജോലി ചെയ്തിട്ടാണെങ്കിലും ഒരു മാസത്തിനുള്ളില് ഞാൻ അതിവിടെ കൊണ്ടുവന്ന് തന്നു. ശാലിനിയോട് പറയും, ആത്മാർത്ഥമായിട്ടാണ് ശാലിനി കുഞ്ഞെ ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നത്. അറിയോ, എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല, പോവാണ്. പോകുന്നത് വേദനയോട് കൂടി തന്നെയാണ്. ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല, പോകുന്നത് വേദനയോട് കൂടി തന്നെയാണ്. എനിക്ക് അത്ര പെട്ടെന്ന് നിങ്ങളെയും ഈ കടയൊന്നും മറക്കാൻ പറ്റില്ല. വരട്ടെ എന്ന് പറഞ്ഞ ശാരദാമ്മയെ നോക്കുമ്പോ ശാരദാമ്മ മൈൻഡ് ചെയ്യുന്നില്ല. ശാലിനി വിളിക്കുന്നുണ്ടെങ്കിലും ശാന്തേച്ചി സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതൊക്കെ ഭാമയോട് പറയും, പാചകം എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവാണ് സത്യമേ. എന്റെ അച്ഛനും അമ്മയും പാചകക്കാരായിരുന്നു. അവരുടെ കൂടെ കല്യാണ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ സഹായത്തിന് പോയിട്ടാ ഞാൻ ഈ പാചകം പഠിക്കുന്നത് തന്നെ. ഉപ്പിടാനും മല്ലി ചേർക്കാനും മുളക് അരയ്ക്കാനൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതിന് മനസ്സിലാക്കിയിട്ട് മാത്രം എന്നെ ആരായാലും ജോലിക്ക് എടുത്താൽ മതി. പക്ഷെ ശാരദാമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും രീതിയില് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റം അതിലുണ്ടെന്ന് കാണിച്ച് വഴക്കു പറയും. എന്റെ തൊഴിലാണത്, ഞാൻ ബഹുമാനിക്കുന്ന എന്റെ അന്നം. അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് കുറ്റം ചുമത്തിയാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു ഹോട്ടലില് പണിക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയാ പൊന്നിയെ കണ്ടത്. പൊന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എല്ലാ പലഹാരങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അതിന് കൂട്ടും അറിയാം. എനിക്കിവിടെ ഇവിടെ നിൽക്കാൻ പറ്റിയ നന്നായിരുന്നു. അറിയാവുന്നവരുടെ അടുത്ത് ജോലിക്ക് നിൽക്കുന്ന വിശ്വാസവും സുരക്ഷിതത്വമൊക്കെ പുറത്തുള്ള ഒരാളടുത്ത് കിട്ടില്ലല്ലോ. അപ്പൊ ഭാമ പറയും, ഈ പറയുന്നതൊക്കെ ജോലി ചെയ്യുന്നവരോടും കാണിക്കണം. ശാന്തിച്ചി പറയും, അതെന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഭാമ പറയും, ഞങ്ങളിവിടെ ശരിക്കും ഒരു ആരംഭഘട്ടത്തില. ഒന്ന് പച്ച പിടിച്ച് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും ഗുണമാണ്. അത് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കണം. നിൽക്കുന്നുണ്ടെങ്കിലേ ശാന്തയും ഞങ്ങളോടൊപ്പം കൂടിക്കോ. എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വസുമതി കയറി വരുന്നത്. പുതിയ ബിസിനസ് ഒക്കെ ആരംഭിച്ചു എന്ന് കേട്ടു. ഏതാണ്ടൊക്കെ വീട് വീടാന്തരം കയറി വിൽക്കുന്നു എന്നൊക്കെ കേട്ടു. എന്താ അച്ചാറാണോ അതോ സോപ്പ് പൊടിയോ അതോ ചീപ്പ് കണ്ണാടി അങ്ങനെയാണോ? എന്തായാലും 1000 അതിൽ കൂടുതൽ മുതൽ മുടക്കിയിട്ട് വിൽക്കാനുള്ള സാമ്പത്തികമൊന്നും സത്യഭാമയ്ക്ക് ഇപ്പൊ ഇല്ലെന്ന് എനിക്കറിയാം. വീടും വരുമാനവും പോയപ്പോ ഉണ്ടായിരുന്ന വരുമാനവും നിലച്ചപ്പോ ജീവിച്ചു പോകാൻ വേണ്ടി നിലവില്ല കയത്തിൽ കിടന്ന് കാലിട്ടടിക്കണമെന്ന് എനിക്കറിയാം. മുങ്ങാങ്കുഴി ഇടാനും പേടിയുള്ള കാലാണെന്ന് എനിക്കറിയാം. കാരണം മുകളിലേക്ക് പൊന്തി വന്നില്ലെങ്കിലോ എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. അത്രയ്ക്കുണ്ടല്ലോ തലയ്ക്ക് ഭാരം എന്ന് പറഞ്ഞ് പൊന്നിയെ നോക്കും, മാറി നിക്കടി അങ്ങോട്ട്. ശേഷം അവിടെ കാലിന്റെ മുകളിൽ കാല് വെച്ച് ഇരിക്കും. എന്നിട്ട് ഇവരെ നോക്കിട്ട് പറയും, ഇവരൊക്കെ നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ്. കോടികളുടെ ബിസിനസ് ആണല്ലോ നടക്കുന്നത്. എന്റെ സത്യഭാമേ, ഇതിലും ഭേദം വല്ല കുപ്പിയും പാട്ടയും പെറുക്കാൻ പോകുന്നതായിരുന്നു.
അതാവുമ്പോ മുതൽ മുടക്ക് വേണ്ടല്ലോ. ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പികൾ പെറുക്കി വിറ്റാലും നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാനുള്ളത് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഭാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുക. വിഷ്ണു പിന്നെ കളക്ടർ ബംഗ്ലാവിലായിരിക്കല്ലോ. പട്ടുമെത്തയിൽ കിടക്കേണ്ടവൻ ഇവിടെ വന്നേ കയർമെത്തയിൽ കിടക്കുവോ? കിടന്നാ തന്നെ അവൻ ഉറക്കം വരുമോ? ഭാമ ദേഷ്യത്തിൽ എഴുന്നേൽക്കും. എന്നിട്ട് പറയും, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, ഇറങ്ങിപ്പോ ഇവിടുന്ന്. അപ്പൊ വസുമതി പറയും, പക്ഷെ എനിക്ക് പറയാനുണ്ടല്ലോ, നിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളെ നിനക്ക് അഭിമാനമായിട്ടല്ലേ തോന്നേണ്ടത്? മാളിക മുകളിൽ കഴിഞ്ഞിരുന്ന എല്ലാവിധ സൗകര്യങ്ങളിലും കഴിഞ്ഞിരുന്ന ജ്വലിക്കുന്ന സ്ത്രീരൂപം ഇപ്പൊ വെറും നിസാര ക്യാഷിന്റെ ലാഭവും പ്രതീക്ഷിച്ച് വീട് വീടാന്തരം നടന്ന് കച്ചവടം നടത്തുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്താലേ സംഗതി കത്തിക്കേറും. കളക്ടറായ മരുമകൾ ശാലിനിക്ക് ഇതിന്റെ പേരിൽ ഒരു കൊട്ടും കൊടുക്കാം. ആപത്ത് കാലത്ത് പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്തൊരു മകനും കളക്ടറായ മരുമകളും ബിഗ് ഷോപ്പറും കയ്യിൽ തൂക്കി നടക്കുന്നതിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ജോറാവും. ഇത് കേട്ട് വരുന്ന രാഘവേട്ടന് ദേഷ്യം വരും. വസുമതി, മതി മതി നിന്റെ ആറാട്ട്. വസുമതി അവിടെ എഴുന്നേറ്റിട്ട് പറയും, ഹോ അത് പിന്നെ ഭാര്യയെ പറഞ്ഞാലേ ഭർത്താവിന് പുള്ളുമല്ലോ. രാഘവേട്ട, എനിക്ക് രാഘവേട്ടനോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. ഇവരോടുണ്ട്. ഇവരൊറ്റൊരുത്തി കാരണ നിങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനൊരു ഗതി വന്നത്. ഇന്നിപ്പോ ഞാനിങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടില്ലേ, ഇന്ന് അതിന്റെ ലേലമാണ്. ഇത് കേൾക്കുന്ന ഭാമയും രാഘവേട്ടനും ഞെട്ടും. വസുമതി പറയും, നിങ്ങൾ താമസിക്കുമ്പോഴേ എനിക്ക് ആ വീട്ടിലൊരു കണ്ണുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ടിയല്ല, എന്റെ മകന് വേണ്ടി. അവനും അവന്റെ ഭാര്യയും, അതായത് നിങ്ങളുടെ സ്വന്തം മകളായ പ്രീതി, അവരെ ആ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം, ഒരു കൊതി. അതിനുവേണ്ടി കുറച്ച് പണവും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോക്കാ. ഒത്തുവന്നാ ഞാനതങ്ങ് ലേലത്തിൽ പിടിക്കും. പിടിച്ചാൽ ഒരൊറ്റൊരെണ്ണവും സ്വന്തവും ബന്ധവും പറഞ്ഞ് ആ വഴിക്ക് വന്നു പോകരുത്. അത് മുൻകൂറായിട്ടൊന്ന് പറയാൻ വേണ്ടി ഈ വഴിക്ക് ഇപ്പൊ വന്നത്. പിന്നെ കച്ചവടം കഴിഞ്ഞു വരുമ്പോ ആ വഴിക്കൊക്കെ ഒന്ന് കയറിട്ടോ. എന്റെ മോന്റെ ഭാര്യയുടെ അമ്മയല്ലേ എന്നുള്ള പരിഗണന വെച്ച് എന്തെങ്കിലും ഞാൻ എടുക്കാം. 10 100 കൂടുതൽ കിട്ടിയാ അന്നത്തെ കാര്യം നന്നായിട്ട് നടക്കുമല്ലോ. ഇതും പറഞ്ഞ വസുമതി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രാഘവേട്ടനെ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഭാമേ, അപ്പൊ ഇന്നാണല്ലേ ലേലം? ഇങ്ങനെ സങ്കടത്തോടു കൂടെ പറഞ്ഞിട്ട് അകത്തേക്ക് തന്നെ പോവാണേ. ഭാമ മറുപടി ഒന്നും പറയുന്നില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലെ ലേലം നടക്കാണ്. അവിടെ രോഹിത്തും സുസ്മിതയും ഉപേന്ദ്രനും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഗേറ്റിന്റെ പുറത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവര് പറയും, കൂട്ടി വിളിക്കാൻ വരുന്ന ഒരൊറ്റ ഒന്നിനെയും അകത്തേക്ക് കടത്തി വിടരുതെന്ന മോളിന്നുള്ള ഓർഡർ. ഒരു പരിധി കഴിഞ്ഞാലേ അവിടെ ഇരിക്കുന്നവരെ കൂടി നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അവിടെ ആളുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ ഒരു കാറിൽ കുറച്ച് ആൾക്കാർ വരും. ആരാ, എന്താ? അപ്പൊ അവര് പറയും, ലേലത്ത് പങ്കെടുക്കാൻ വന്നതാ. തുടങ്ങി, പക്ഷെ പ്രധാന പരിപാടിയിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ വന്ന ആൾക്കാർ പറയും, അപ്പൊ ലേലം നമുക്ക് തന്നെ. ഓ, അത് കിട്ടുന്ന ഉറപ്പിച്ചാണോ വന്നിരിക്കുന്നതെന്ന് ആ ഗുണ്ടകള് ചോദിക്കും. എത്ര വിളി വിളിച്ചിട്ടാണെങ്കിലും ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ മടങ്ങും. മുതലാളിയുടെ വീട് പണ്ട് ജപ്തിയിൽ പോയതാണേ. പിന്നെ എവിടെ ലേലം വന്നാലും മുതലാളി പോയി കൈവയ്ക്കും. അപ്പൊ ആ ഗുണ്ട പറയും, ഇവിടെയും കൈവെക്കാൻ ആളുണ്ട്. അപ്പൊ വന്ന ആൾക്ക് ഒരു കോള് വരുമ്പോ അയാൾ അതിൽ സംസാരിക്കും. മറ്റേ ആള് പറയും, അതുകൊണ്ട് കാര്യമില്ല. മുതലാളിയുടെ ഒരു വാശിയാ. ഇതിനുവേണ്ടി കോടീശ്വരനായ മുതലാളി ഒരു ഫണ്ട് തന്നെ കരുതുന്നുണ്ട്. ഇതുപോലുള്ള ജപ്തിയായ വീടുകൾ പിടിക്കാൻ തന്നെയാ ഇത് കേൾക്കുന്ന. അവര് പറയും, അങ്ങനെയാണെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ചായ സൽക്കാരമുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം നമുക്ക് ലേലസ്ഥലത്തേക്ക് പോകാം. അപ്പൊ അവരേക്കും, അപ്പൊ ലേലം ഇവിടെ അല്ലേ? എല്ലാം ഇവിടെ തന്നെ, തുടക്കം മുതൽ അടക്കം വരെ ഇവിടെ നടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ നീങ്ങല്ലേ? അപ്പൊ അയാൾ പറയും, ഇവിടുത്തെ ലേലം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു ലേലസ്ഥലത്തേക്ക് പോകേണ്ടതാ. ഗുണ്ടകൾ പറയും, അപ്പൊ ഇത് തന്നെയല്ലേ പരിപാടി? അപ്പൊ അയാൾ പറയും, ഞാൻ പറഞ്ഞില്ലേ ഇത് മുതലാളിക്ക് ഒരു ക്രൈസാ. അപ്പൊ ഗുണ്ട പറയും, ആയിക്കോട്ടെ, അതാണ് ചായ സൽക്കാരം നടക്കുന്ന സ്ഥലം, അത് കഴിഞ്ഞിട്ടാകാം എന്ന് പറഞ്ഞ വീടിന്റെ പിറകുവശത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സെറ്റപ്പ് അവിടെയാണ് എന്ന് പറഞ്ഞ അടുക്കളവാതിലൂടെ അകത്തേക്ക് കൊണ്ടുപോകും. അവിടെയാണെങ്കിൽ മാറാല പിടിച്ചു കിടക്കാണ്. ഇതെന്താ ഇവിടെ വടയും ചായയും ആരാ കൊണ്ടുവരുന്നത്? വരുന്നു എന്ന് പറയുമ്പോ ഉണ്ടാവും അകത്തെ റൂമിന്ന് ഒരാള് ഒരു പ്ലേറ്റില് 2 വടയും അതില് വലിയൊരു കത്തിയും കൊണ്ടുവരുന്നേ. ഇത് കാണുന്ന അവർ രണ്ടുപേരും പേടിക്കും. ഉപേന്ദ്രനാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ അവർക്ക് മുന്നിലേക്ക് നീട്ടുമ്പോ ആളേക്കും, ഇതെന്തിനാ കത്തി? മറ്റേ ആളേക്കും, അപ്പൊ ചമ്മന്തി ഇല്ലേ? ഉപേന്ദ്രൻ പറയും, ഇതുപോലെ കത്തിക്ക് കുത്തിയാ നമ്മള് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് അതൊന്നൊരു വട കത്തിയിലെടുത്ത് കുത്തി കഴിക്കാണ്. ലേലം കഴിയുന്നത് വരക്കെ നീ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കത്തി ഇങ്ങനെ അവരുടെ ഷോൾഡറിൽ പിടിക്കുക. അവര് പേടിക്കുമ്പോഴേക്കും ഗുണ്ടകള് അവരുടെ കൈയും കാലും പിടിച്ചു വെക്കും. എന്ത് പോക്കിരിത്ര നിങ്ങൾ ഈ കാണിക്കുന്നേ എന്ന് വെക്കുമ്പോ ഉപേന്ദ്രൻ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയും, ആ ഇരിക്കുന്നത് ആസിഡാ. നിങ്ങളൊക്കെ ആ സെപ്റ്റി ടാങ്കിൽ ഇട്ടിട്ട് ഈ ആസിഡ് ഒഴിച്ചാ നിങ്ങളൊക്കെ പൊള്ളി പോകും. സെപ്റ്റി ടാങ്കിൽ കിടന്ന് നാറി ചാവണോ അതോ വീട്ടുകാരുടെ മുഖം കണ്ട് ചാവണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്താ വേണ്ടത്? അപ്പൊ അയാൾ പറയും, വീട്ടുകാരെ കണ്ട് ചത്താ മതി. എങ്കിൽ അനങ്ങാതെ ഇവിടെ ഇരുന്നോളണം. ലേലം കഴിയുന്നത് വരെ ശബ്ദം കേട്ടു പോവരുത്. എങ്കിലേ ഞാൻ അപ്പുറത്തൊന്ന് പോയിട്ട് വരട്ടെ, ഇവരിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ അവിടുന്ന് പോകും. അവരാണെങ്കിൽ ആ ലേലം പിടിക്കാൻ വന്നവര് പേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ലേലം വേണ്ട
എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെ രോഹിത് ആദ്യത്തെ ലേലം വിളിക്കണേ 15 കോടി 10 ലക്ഷം രൂപ. അങ്ങനെ ലേലം വേറെ ആരും മാറ്റി വിളിക്കുന്നില്ല. സുസ്മിതയും രോഹിത്തും എല്ലാരും സന്തോഷത്തിലിരിക്കുകയാണേ. അങ്ങനെ ലേലം ഉറപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വസുമതിയുടെ വണ്ടി അങ്ങോട്ട് വരും. 15 കോടി 10 ലക്ഷത്തി 500 എന്ന് പറഞ്ഞ വസുമതി അങ്ങോട്ട് വരും. സുസ്മിതയും ബോസും ഒന്നും വസുമതിയെ അവിടെ പ്രതീക്ഷിച്ചില്ല. വസുമതി അവിടെ വന്നിരിക്കുക. അങ്ങനെ ആ ലേലത്തിന് ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങുമ്പോ രോഹിത്തിനങ്ങ് ദേഷ്യം വരും. അങ്ങനെ സുസ്മിതനെ നോക്കുമ്പോ സുസ്മിത കൂട്ടി വിളിക്കാൻ പറയും. അപ്പൊ രോഹിത് അവിടെ നിന്ന് എഴുന്നേറ്റ് 15 കോടി 11 ലക്ഷം. അപ്പൊ വസുമതി 15 കോടി 11 ലക്ഷത്തി 50. അത് കേൾക്കുമ്പോ രോഹിത്തൊക്കെ ഒന്ന് ഞെട്ടിപ്പോകും. അങ്ങനെ ബോസിനെയും സുസ്മിതനൊക്കെ നോക്കുമ്പോ സുസ്മിതയുടെ മുഖത്തും ടെൻഷൻ. അപ്പൊ ഉപേന്ദ്രൻ രോഹിത്തിനോട് കൂട്ടി വിളിക്കാൻ പറയും. അപ്പൊ രോഹിത് ഒന്നുകൂടെ കൂട്ടി വിളിക്കും. 15 കോടി 13 ലക്ഷം. ഈ സമയം ഉപേന്ദ്രൻ ആളെ മനസ്സിലായിട്ടില്ല. ഏതായി തള്ള? സുസ്മിത പറയും, നിങ്ങളുടെ സ്വന്താ സത്യഭാമയുടെ മകളെ കൊടുത്തിരിക്കുന്നത് ഇവരുടെ വീട്ടിലേക്കാണ്. സത്യഭാമയുടെ പണ്ട് ഒരു ദേഷ്യം ഇവർക്കുള്ളതാ. ആ ചുരുക്ക ഈ വിളിച്ചു തീർക്കുന്നത്. എന്നാ ഒന്ന് ചെന്ന് വിറപ്പിച്ചേക്കേ, സ്വന്തവും ബന്ധമൊന്നും നോക്കണ്ട. അങ്ങനെ 15 കോടി 13 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് ടീ കൊണ്ടുവരും. അപ്പൊ ടീ ബ്രേക്കിന് ശേഷം തുടരുന്നു പറയണേ അവര്. അങ്ങനെ അവരിങ്ങനെ അതൊക്കെ എടുത്ത് കുടിക്കുമ്പോ അവരുടെ ATM സുസ്മിതയുടെ അടുത്ത് വന്നിട്ട് പറയും, ആ തള്ള പ്രശ്നമാണ്, അവര് ബ്രേക്ക് ചെയ്തില്ലെങ്കില് തുക കത്തി കയറും. പിടിച്ചു കയറ്റി നമ്മുടെ പെടലിക്ക് വെക്കാനുള്ള വരവാ. ഏത് വിധേനയും അവരെ തടയണം. അപ്പൊ ബോസ് പറയും, മോളെ നീ ആദ്യം മാനിയായിട്ടൊന്ന് പറഞ്ഞു നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാന്യതക്കേട് കാണിക്കാം. അപ്പോഴേക്കും വസുമതിക്ക് ഒരു കോള് വരികയാണേ. വസുമതി അത് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടുന്ന് പോകും. ഈ സമയം ബോസ് പറയും, ഇത് നല്ല സമയാ ചെല്ല്. അപ്പൊ അവിടുന്ന് സുസ്മിത പോകും. പിന്നാലെ ബോസും ഉപേന്ദ്രനും. ഈ സമയം അനുപല്ലവി ഇങ്ങനെ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. അനുപല്ലവി ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കണേ. ശാലിനി ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുമ്പോഴായിരിക്കും കോള് വരുന്നത്. അനു എന്താ അവിടുത്തെ കാര്യങ്ങള് എന്നിങ്ങനെ ചോദിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ നെക്സ്റ്റ് പ്രൊമോയില് രോഹിത്തിന് തന്നെ ആ വീട് കിട്ടുന്നതാണ്. രോഹിത് അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ആ വീട്ടിൽ വെച്ചിട്ട്. അപ്പോ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീയാണ് ഇവിടുത്തെ രാജാവ്. പിന്നീട് കാണിക്കുന്നത് രോഹിത് ശ്യാമയെ പുറത്തു വെച്ച് കാണണേ. എന്നിട്ട് ശ്യാമയുടെ കൂടെ നിൽക്കാൻ പറയണേ. രോഹിത് പറയുന്ന പോലെ നിന്നാലേ ശ്യാമയ്ക്ക് തന്റെ കൂടെ ജീവിക്കാന്ന് പറയണേ. ഈ ഓഫറെ ശ്യാമ സ്വീകരിക്കില്ലെന്നൊന്നും അറിയില്ല. പിന്നീട് വിഷ്ണുവിന് നേരെ കയ്യൂക്ക് ഇട്ട് രോഹിത് പോകുന്നുണ്ട്. ഷോൾഡറിലൊക്കെ പിടിച്ച് വലിക്കുന്ന ഭാഗങ്ങളും വരാൻ പോകുന്നുണ്ട്. പിന്നീട് ശാലിനി കളക്ടർ ഓഫീസിലെ പുതുതായി ജോയിൻ ചെയ്യാണ്. അപ്പോ ADM ആയിട്ട് കുടയുന്നുണ്ട്. നല്ല ബൾക്കായിട്ട് വന്നു ചേരേണ്ട ഈ റെസിറ്റ് എന്തിനാ വളരെ കുറഞ്ഞ വിലക്ക് കൊടുത്തതെന്നാണ് ശാലിനിയുടെ ചോദ്യം. ഇങ്ങനൊരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഇതിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്